BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ 41ാമത് യോഗത്തിൽ വിദേശകാര്യമന്ത്രിയും ദേശീയ മനുഷ്യാവകാശ സമിതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തു. രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ രാജ്യത്തിനുള്ള പ്രതിബദ്ധത മന്ത്രി ചൂണ്ടിക്കാട്ടി. മനുഷ്യാവകാശ മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. സമാധാനം, ജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്തു. കുട്ടികളുടെ അവകാശ കൺവെൻഷനിൽ കൂട്ടിച്ചേർത്ത 2 പ്രോട്ടോക്കോളുകൾ സംബന്ധിച്ചും ചർച്ച ചെയ്തു. വേനൽ അവധിക്ക് ശേഷം ഹർഷാരവത്തോടെ ബഹ്റൈനിൽ സ്കൂളുകൾ തുറന്നു. സ്വദേശി സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിനാണ് തുടക്കമായത്. വേനലവധിക്കായി നാട്ടിൽ പോയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലായി തിരിച്ചെത്തിയിരുന്നു. 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളുകളുടെ കവാടത്തിൽ അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും റോസാപ്പൂക്കൾ നൽകി സ്വീകരിച്ചു. മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് പല സ്കൂളുകളും വിദ്യാർത്ഥികളെ എതിരേറ്റത്. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ, കിൻഡർ ഗാർഡൻ, നഴ്സറി എന്നിവിടങ്ങളിലായി ഏകദേശം 2,66,000 വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറികളിലെത്തിയത്. 209 സർക്കാർ സ്കൂളുകളിലായി 1.55 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. 80 സ്വകാര്യ സ്കൂളുകൾ 90,000 പേരും, കിൻഡർ ഗാർഡനുകളിൽ 17,000 പേരും, നഴ്സറികളിൽ 4,000 കുട്ടികളും ഈ വർഷമുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വർക്ക്സ് മന്ത്രാലയവും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കും മോട്ടോർ സൈക്കിൾ യാത്രക്കാർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ, പബ്ലിക് ബസ് ഡ്രൈവർമാർ, ഡെലിവറി റൈഡർമാർ എന്നിവരെ ഉൾപ്പെടുത്തി വിപുലമായ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റികളിലേക്ക് എത്തിച്ചേരുകയെന്ന ലക്ഷ്യത്തോടെ എംബസികളുടെ പങ്കാളിത്തത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത്. തിരക്കേറിയ സമയങ്ങളിലും, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസങ്ങളിലും, തിരക്ക് കൂടുതലുണ്ടാകുന്ന സമയങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. സുരക്ഷയുറപ്പാക്കാൻ സ്കൂൾ വാഹനങ്ങൾക്ക് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളിൽ സ്ഥാപിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിശദ പട്ടിക സ്കൂൾ ബസ്സുകൾക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനങ്ങളിലൊന്നായ ബെലൂഗ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. എയർബസ് A300-600 വിമാനമാണിത്. ബെലൂഗ തിമിംഗലവുമായി സാമ്യമുള്ളതിനാലാണ് ബെലൂഗ എന്ന വിളി വന്നത്. 51 ടൺ ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള വിമാനം 2022 ബഹ്റൈനിൽ ലാൻഡ് ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വന്ന യാത്രക്കാരന്റെ ലഗേജ് വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ടു. ഈ മാസം 2-ന് ഇൻഡിഗോ വിമാനത്താവളത്തിലെത്തിയയാളുടെ ലഗേജാണ് കാണാതായത്. പരാതി നൽകിയിട്ടും ഇൻഡിഗോ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമില്ലെന്നും യാത്രക്കാരൻ പറയുന്നു. രേഖകളും അവശ്യ സാധനങ്ങളും അടങ്ങുന്നതാണ് ലഗേജ്. വിമാനത്താവളത്തിൽ ലഗേജ് കളക്ട് ചെയ്യുന്നതിന് കാത്തുനിന്നിട്ടും തന്റെ ലഗേജ് മാത്രം ലഭിച്ചില്ലെന്നും യാത്രക്കാരൻ പറയുന്നു. വിമാന കമ്പനിക്ക് പരാതി നൽകിയപ്പോൾ കൊച്ചിയിൽ നിന്ന് ലഗേജ് കയറ്റിവിട്ടിരുന്നുവെന്ന് മാത്രമാണ് പറയുന്നത്. വിമാനത്താവള അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് യാത്രക്കാർ. വേനൽക്കാല തൊഴിൽ നിയന്ത്രണം 3 മാസമാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മൈഗ്രന്റ് വർക്ക്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി. പ്രവാസികളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ക്ഷേമവും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിബദ്ധതയുടെ തെളിവാണിത്. വേനലിൽ കഠിനമായ തൊഴിൽ അന്തരീക്ഷത്തിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഈ തീരുമാനമെടുത്തതിന് സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും മൈഗ്രന്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ചെയർപേഴ്സൺ മോന അൽമൊയ്ദ് പറഞ്ഞു. 2 മാസത്തെ വേനൽക്കാല തൊഴിൽ നിയന്ത്രണം നീട്ടണമെന്നാവശ്യപ്പെട്ട് MWPS ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. തൊഴിൽ മന്ത്രിക്ക് ഇത് സംബന്ധിച്ച നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ മഹാരുചിമേള സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു.
കേരളത്തിലെ വിവിധ പ്രാദേശിക ഭക്ഷണ വൈവിധ്യങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന രുചിമേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും സെലിബ്രിറ്റികളും അടക്കം പ്രദർശനം കാണാനെത്തുമെന്നും PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. വിവിധ ഭക്ഷണ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന 30ഓളം സ്റ്റാളുകൾ ഉണ്ടാകുമെന്നും സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ അറിയിച്ചു. വെള്ളിയാഴ്ച 2 മുതൽ നടക്കുന്ന മഹാരുചിമേളയ്ക്കിടയിൽ നിരവധി വിനോദ പരിപാടികളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവതാരകനും മജീഷ്യനുമായ രാജ് കലേഷ് പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മഹാരുചിമേള കൺവീനർ എൽദോ പൗലോസിനെ 39554643 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വർഗീസ് ജോർജ് ജനറൽ കൺവീനറായ സംഘാടക സമിതിയാണ് ഈ വർഷത്തെ സമാജം ഓണാഘോഷമായ ശ്രാവണം സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. PV അൻവർ MLAയുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ സുജിത് ദാസിനെ SP സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ M മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം. നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എറണാകുളം മരട് പോലീസ് കേസെടുത്തത്. അറസ്റ്റ് ചെയ്യരുതെന്ന സെഷൻസ് കോടതിയുടെ ഇടക്കാല കാലാവധി ബുധനാഴ്ച അവസാനിച്ചിരുന്നു. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് നടിയുടെ ആരോപണം. നേരത്തെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരുന്നു. CPMന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മുകേഷിനെ ഒഴിവാക്കിയത്. സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ബാക്കിയുള്ള 9 പേരും സമിതിയിൽ തുടരും. ആദിവാസി കുടുംബങ്ങൾക്ക് ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിതരണം ചെയ്ത കമ്പനിക്ക് 7 ലക്ഷം രൂപ പിഴ ചുമത്തി ഇടുക്കി ജില്ലാ കളക്ടർ. സർക്കാർ നൽകിയ ഭക്ഷ്യക്കിറ്റിലുണ്ടായിരുന്ന കേരശക്തി എന്ന വെളിച്ചെണ്ണ വിതരണം ചെയ്ത സ്റ്റാർ ഫുഡ് സ്ഥാപനത്തിന്റെ ഉടമ ഷിജാസിനാണ് പിഴ ചുമത്തിയത്. 15 ദിവസത്തിനകം പിഴയടക്കാൻ കമ്പനിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. വെളിച്ചെണ്ണ ഉപയോഗിച്ച വെണ്ണിയാനി ഊരിലെ 60 കുടുംബങ്ങളിലെ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. കേരശക്തി കമ്പനിയുടെ വെളിച്ചെണ്ണയിൽ മായമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആദിവാസി ഊരിലെ മൂപ്പന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് മായം കലർന്നതായി കണ്ടെത്തിയത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച പലരിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് കാക്കനാട് റീജിയണൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.